സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡക്ഷൻ ഓഫ് ജനറൽ ഫോം ടു നോർമൽ ഫോം. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പരിചയപ്പെട്ടു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോമായിരുന്നു നോർമൽ ഫോം. എന്താ നോർമൽ ഫോം? നോർമൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈൻ ഒറിജിനിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിരിക്കും. ഒറിജിനിൽ നിന്ന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് പി എന്നിരിക്കട്ടെ. ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിള് അത് ഒമേഗ എന്നിരിക്കട്ടെ. അപ്പോൾ ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പി. ആ പെർപെൻഡിക്കുലറും എക്സ് ആക്സിസുമായി ഉണ്ടാകുന്ന ആംഗിളാണ് ഒമേഗ എങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസിക്കൽ ടു പി. ഇതിനാണ് നമ്മൾ നോർമൽ ഫോം എന്നറിയപ്പെടുന്നത്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസിക്കൽ ടു പി. അതിൽ പി ഒറിജിനൽ ലൈനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒമേഗ ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായി ഫോം ചെയ്യുന്ന ആംഗിൾ. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനറൽ ഫോം ഈ കാണുന്നതാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസിക്കൽ ടു 0 വേർ എ ബി സി ആർ കോൺസ്റ്റൻസ്. അതായത് എക്സ് ടേമും വൈ ടേമും കോൺസ്റ്റന്റ് ടേം, ഈ 3 ടേംസ് ഉണ്ടായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സും വൈയിലുമുള്ള ഇക്വേഷൻ ഓഫ് ഡിഗ്രി 1. ഇത് ആണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ജനറൽ ഫോം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഇക്വേഷൻ ജനറൽ ഫോമിൽ തന്നാൽ അതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാനും അതുപോലെ അതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാനും പഠിച്ചു. അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ജനറൽ ഫോമിൽ തന്നാൽ അതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എടുക്കുകയാണ്. ഇക്വേഷൻ ഓഫ് എ ലൈനിൽ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസിക്കൽ ടു 0 ആണ്. ഇക്വേഷൻ ഓഫ് എ ലൈനിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസിക്കൽ ടു 0. നമുക്കതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. 2x പ്ലസ് 3y പ്ലസ് 5 ഇസിക്കൽ ടു 0. ഇതൊരു ഇക്വേഷനാണ്. നമുക്കറിയാം ഒരു ഇക്വേഷനിലെ എല്ലാ ടേമുകളെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ കിട്ടുന്നത് ആ ഇക്വേഷൻ മറ്റേ അതേ ഇക്വേഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x പ്ലസ് 6y പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇത് രണ്ടും ഒരേ ഇക്വേഷനാണ്. ഈ 2x പ്ലസ് 3y പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ തന്നെയാണ് അതിനെ എല്ലാ ടേമുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനുകളും ഒരേ ലൈനിൻ്റെ ഇക്വേഷനാണ്. ജനറൽ ഫോം ആണല്ലോ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ജനറൽ ഫോമാണ്. ഈ രണ്ട് ഇക്വേഷൻസും ഒരേ ലൈനിൻ്റെ തന്നെ ഇക്വേഷൻസ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എടുത്ത് നോക്കി. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 2ഉം 4ഉം ആണ്. അതിൻ്റെ റേഷ്യോ 2/4 ആണ്. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. വൈയുടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ എടുത്താൽ 3/6 1/2 ആണ്. കോൺസ്റ്റന്റ് ടേമുകളുടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ 5/10 അതും 1/2 ആണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ 2/4, വൈയുടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ 3/6, കോൺസ്റ്റന്റ് ടേമുകളുടെ റേഷ്യോ 5/10. ഇത് 3 ഈക്വൽ ആണെന്നാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഒരേ ലൈനിൻ്റെ ഇക്വേഷൻസ് ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. കാരണം ആദ്യത്തെ ഇക്വേഷനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ ഈക്വൽ ആവും. അപ്പോൾ നമുക്കിതിൻ്റെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. ഇപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. a1ഉം b1ഉം c1ഉം ഒക്കെ കോൺസ്റ്റന്റുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ഇത് രണ്ടും ഒരേ ലൈനിൻ്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ സെയിം ആവും. ദാറ്റ് മീൻസ് a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. അപ്പോൾ രണ്ട് ഇക്വേഷനുകൾ ഒരേ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോ a1/a2 b1/b2 c1/c2 ഈ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ തുടങ്ങുന്നു. ഇക്വേഷൻ ഓഫ് ലൈൻ ജനറൽ ഫോം ഈസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഞാൻ അതിനെ ഈ സി കോൺസ്റ്റന്റ് ടേമിനെ അപ്പുറത്തേക്ക് മാറ്റി എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു -c എന്നെഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം. നമുക്കിതിനെയാണ് നോർമൽ ഫോമിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ ജനറൽ ഫോം ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമുക്കൊരു തന്നിരിക്കുന്ന ഇക്വേഷൻ ആയിരിക്കും. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ അവിടുത്തെ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂ
നമുക്ക് അറിയാമായിരിക്കും. ആ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ നോൺ വാല്യൂസ് ആയിരിക്കും, അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, ഇത് ജനറൽ ഫോമാണ്. തീർച്ചയായിട്ടും ഈ ജനറൽ ഫോമിന് മറ്റ് ഫോമുകളുണ്ടാവും. ഏതൊരു ലൈനിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറൻറ്റ് ഫോംസ് ഉണ്ടല്ലോ. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പോയിന്റ്, അങ്ങനെയുള്ള പല പല ഫോംസ് ഉണ്ട്. ഏതൊരു ഇക്വേഷനും ആ ഫോമുകളിൽ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഇക്വേഷന് തീർച്ചയായിട്ടും നമുക്കൊരു നോർമൽ ഫോം ഉണ്ടായിരിക്കും. ആ നോർമൽ ഫോം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണെന്ന് അസ്യൂം ചെയ്യുക. അതാണ് അസ്യൂം ദാറ്റ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ, ഈ തന്നിരിക്കുന്ന ലൈൻ, ഈ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി എന്ന് പറഞ്ഞില്ലേ, ആ ലൈൻ, ആ തന്നിരിക്കുന്ന ലൈനാണ്. അതിൽ എയും ബിയും സിയും ഒക്കെ അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. അതിൻ്റെ നോർമൽ ഫോമാണ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ നോർമൽ ഫോമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഇക്വേഷൻ്റെ തന്നെ നോർമൽ ഫോമാണ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം രണ്ടും ഒരേ ലൈനിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ നോർമൽ ഫോമാണ്. ഒരേ ലൈനിൻ്റെ തന്നെ ഇക്വേഷൻസ് ആണിത് രണ്ടും. ഇവിടെ നോക്കുക, നമ്മൾ ഈ കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതിൻ്റെ കാര്യം, ആ ഇക്വേഷൻ 2ൽ ശ്രദ്ധിച്ചാൽ, ആ നോർമൽ ഫോം ശ്രദ്ധിച്ചാൽ, അവിടെ എക്സ് ടൈം എക്സ് കോസ് ഒമേഗ, ദെൻ വൈ ടൈം വൈ സൈൻ ഒമേഗ, ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിലും കോൺസ്റ്റന്റ് ടൈം റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ അതേ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ 1ൽ ആ ജനറൽ ഫോമിൽ കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റിലേക്ക് മാറ്റിയത്. ആ രണ്ടും ഒരേ രൂപത്തിൽ വരാനായി എക്സ് ടൈമും വൈ ടൈമും ലെഫ്റ്റ് സൈഡിലും കോൺസ്റ്റന്റ് ടൈം റൈറ്റ് സൈഡിലും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനറൽ ഫോമിനകത്ത് സി എ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇട്ടിട്ട് നോർമൽ ഫോമിൽ പി എ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാലും മതി. രണ്ടും ഒരേ രൂപത്തിലായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്മൾ തുടങ്ങിയത് ഒരു ഇക്വേഷൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0, അതിനെ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി. അത് തന്നിരിക്കുന്ന ലൈനാണ്. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് അറിയാമായിരിക്കും. ഈ ലൈനിന് തന്നെ ഒരു നോർമൽ ഫോം ഉണ്ടാകും. ആ നോർമൽ ഫോം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഒരേ ലൈനിൻ്റെ തന്നെ ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തത് ജനറൽ ഫോം, രണ്ടാമത്തത് നോർമൽ ഫോം. ഇവിടെ നമുക്ക് അറിയേണ്ടത്, ഈ ജനറൽ ഫോമിൽ എയും ബിയും സിയും തന്നിരിക്കുന്ന വാല്യൂസ് ആയതുകൊണ്ട് അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ നോർമൽ ഫോമിൽ ഈ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പിയിൽ ഒമേഗയുടെയും പിയുടെയും വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വാല്യൂ അറിയില്ല. അപ്പം നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കോസ് ഒമേഗയുടെയും സൈൻ ഒമേഗയുടെയും വാല്യൂ കണ്ടുപിടിക്കണം, പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ആ കോസ് ഒമേഗയുടെയും സൈൻ ഒമേഗയുടെയും പിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഏതിൻ്റെ ടേംസിലാണ്? ഈ ജനറൽ ഫോമിലുള്ള എ ബി സി ഉണ്ടല്ലോ, ആ എ ബി സിയുടെ ടേംസിൽ, എ ബി സി ഉൾപ്പെടുന്ന എക്സ്പ്രഷനായിട്ട് എ ബി സിയുടെ ടേംസിൽ കോസ് ഒമേഗയുടെയും സൈൻ ഒമേഗയുടെയും പിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയും ആ വാല്യൂസ് എടുത്ത് ഇക്വേഷൻ 2ൽ കോസ് ഒമേഗയ്ക്കും സൈൻ ഒമേഗയ്ക്കും പിക്കും പകരം ആ കിട്ടുന്ന വാല്യൂസ് എടുത്ത് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ്റെ നോർമൽ ഫോം കിട്ടും. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കോസ് ഒമേഗയും സൈൻ ഒമേഗയും പിയും കണ്ടുപിടിക്കുക എന്നുള്ള, കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് എ ബി ആൻഡ് സി. കാരണം എ ബി സി അറിയാവുന്ന വാല്യൂസ് ആണ്. അതിൻ്റെ ടേംസിൽ കോസ് ഒമേഗയും സൈൻ ഒമേഗയും പിയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒരേ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെ ഒരേ ലൈനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ കോയിഫിഷ്യൻറ്റുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എ ആണ്, രണ്ടാമത്തതിൽ കോസ് ഒമേഗയാണ്. അപ്പോൾ അവിടെ റേഷ്യോ എ ബൈ കോസ് ഒമേഗ. അതുപോലെ വൈയുടെ ഇവിടെ ബിയും ഇവിടെ സൈൻ ഒമേഗയുമാണ്. അപ്പോൾ ബി ബൈ സൈൻ ഒമേഗ. കോൺസ്റ്റന്റ് ഇവിടെ മൈനസ് സിയും ഇവിടെ പിയുമാണ്, മൈനസ് സി ബൈ പി. ഇത് മൂന്നും ഈ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. ഇക്വേഷൻ 1 and 2 റെപ്രസെന്റ് സെയിം ലൈൻ. ദെർഫോർ എ ബൈ കോസ് ഒമേഗ ഈക്വൽ ടു ബി ബൈ സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് സി ബൈ പി. നമ്മൾ ഇനി കോസ് ഒമേഗയും സൈൻ ഒമേഗയും കാണാൻ പോകുന്നു. അതിന് ഈ ഒന്നാമത്തെയും ഈ മൂന്നും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റും ലാസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഏതാ? എ ബൈ കോസ് ഒമേഗ ഈക്വൽ ടു മൈനസ് സി ബൈ പി എന്ന ഫസ്റ്റ് ഇക്വേഷനും ലാസ്റ്റ് ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടും, എ ബൈ കോസ് ഒമേഗ ഈക്വൽ ടു മൈനസ് സി ബൈ പി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ cos omega into minus c, that is minus c cos omega is equal to a into p. ഈ മൈനസ് സി ഡിവൈഡ് ചെയ്യുന്നു. cos omega is equal to a p by minus c, a p by minus c a, ആ മൈനസ് മുകളിൽ കൊടുക്കാം. അപ്പോൾ cos omega is equal to minus a p by c. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇതുപോലെ
നമ്മൾ ഈ സെക്കൻഡ് ലാസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ബി ബൈ സൈൻ ഒമേഗ ഈസിക്കൽ ടു മൈനസ് സി ബൈ പി. ബി ബൈ സൈൻ ഒമേഗ ഈസിക്കൽ ടു മൈനസ് സി ബൈ പി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സി സൈൻ ഒമേഗ ഈസിക്കൽ ടു ബി പി. അവിടെ നിന്ന് സൈൻ ഒമേഗ ഈസിക്കൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ ബി പി ബൈ മൈനസ് സി അല്ലെങ്കിൽ മൈനസ് ബി പി ബൈ സി. ഇക്വേഷൻ 4. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ 3ഉം 4ഉം ഏതൊക്കെയാ? ഒന്ന് കോസ് ഒമേഗ ഈസിക്കൽ ടു മൈനസ് എ പി ബൈ സി, സൈൻ ഒമേഗ ഈസിക്കൽ ടു മൈനസ് ബി പി ബൈ സി. കോസ് ഒമേഗയും സൈൻ ഒമേഗയും കണ്ടുപിടിച്ചു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോസ് ഒമേഗയും സൈൻ ഒമേഗയും എ ബി സിയുടെ ടേംസിൽ കണ്ടുപിടിക്കണമെന്നാണ്. പക്ഷേ എ ബി സിയുടെ ടേംസിൽ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം കോസ് ഒമേഗയുടെ എക്സ്പ്രഷൻ നോക്കിയാൽ അതിനകത്തൊരു പി കിടപ്പുണ്ട്, സൈൻ ഒമേഗയുടെ എക്സ്പ്രഷനിലും പി കിടപ്പുണ്ട്. പി നമുക്ക് വാല്യൂ അറിയില്ല. കാരണം നമുക്ക് വാല്യൂ അറിയാവുന്നത് എ ബി സിയാണ്. എന്തുകൊണ്ട്? നമുക്ക് ജനറൽ ഫോമാണ് തന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ എ ബി സിയുടെ വാല്യൂ നമുക്ക് അറിയാം. പക്ഷേ നോർമൽ ഫോമിൽ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസിക്കൽ ടു പിയിൽ ഒമേഗയും അറിയില്ല, പിയും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോസ് ഒമേഗയുടെയും സൈൻ ഒമേഗയുടെയും പിയുടെയും വാല്യൂ എ ബി സിയുടെ ടേംസിൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ കോസ് ഒമേഗയും സൈൻ ഒമേഗയും കണ്ടുപിടിച്ചു. പക്ഷെ അത് എ ബി സിയുടെ ടേംസിലല്ല, പി കൂടി വന്നിരിക്കുന്നു. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, അത് എ ബി സിയുടെ ടേംസിലേക്ക് മാറണം. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണത് ഈ പിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എ ബി സിയുടെ ടേംസിൽ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ എടുത്ത് ഇക്വേഷൻ 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കോസ് ഒമേഗയും സൈൻ ഒമേഗയും കാണും. അതിനു വേണ്ടി നമുക്ക് കോസ് ഒമേഗയും സൈൻ ഒമേഗയും നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെന്ന്. ദാറ്റ് മീൻസ് കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ 1 ആണെന്നറിയാം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം സ്ക്വയറിംഗ് ആൻഡ് ആഡിങ്. സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് മീൻസ് രണ്ടിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? കോസ് സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് ആയാലും പ്ലസ് ആയി മാറും. എ സ്ക്വയർ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നും. നാലാമത്തെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നും കിട്ടും. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു, ഈക്വൽ ടു റൈറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം, ഈക്വൽ ടു റൈറ്റ് സൈഡുകൾ തമ്മിൽ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. നോക്കാം. ലെഫ്റ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ഒമേഗ, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ, ആഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു ഇതുപോലെ റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. എ സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ. സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് 3 and 4 ആണ്. കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ. കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ എന്ന് പറയുന്നത് 1 ആണ്. 1 ഈസ് ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, സി സ്ക്വയർ. അപ്പോൾ മുകളിൽ എ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി സ്ക്വയർ ഇൻറ്റു 1 ദാറ്റ് ഈസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ. ദാറ്റ് ഈസ് സി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ പി സ്ക്വയർ കോമൺ എടുക്കാം, പി സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ പി സ്ക്വയർ കാണുകയാണ്. ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ. സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ, അല്ലെങ്കിൽ പി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് എടുക്കും, പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടി ഇൻ ടേംസ് ഓഫ് എ ബി ആൻഡ് സി. എ ബി സി എന്ന് പറയുന്നത് ആ ജനറൽ ഫോമിലെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലെ കോയിഫിഷ്യൻസ് ആണ് എ ബി സി. അതിന്റെ വാല്യൂ നമുക്ക് അറിയാമായിരിക്കും, കാരണം തന്നിരിക്കുന്ന ഇക്വേഷനാണ്. ഫോർ എക്സാമ്പിൾ 2x + 7y - 3 = 0 എന്നൊക്കെ തരിക. അപ്പോൾ എ ബി സി അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആ എ ബി സിയുടെ ടേംസിൽ പി കണ്ടുപിടിച്ചു. അപ്പോൾ എ ബി സി അറിയാമെങ്കിൽ തീർച്ചയായും പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പിയുടെ വാല്യൂ എ ബി സിയുടെ ടേംസിൽ കിട്ടിയിരിക്കുന്നു. പി = ± c ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ആ കിട്ടിയ പിയുടെ വാല്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ 3ഉം 4 എഴുതി വെച്ചിരുന്നല്ലോ, കോസ് ഒമേഗയും സൈൻ ഒമേഗയും. അതിലേക്ക് ഈ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 3ഉം 4ഉം. അപ്പോൾ കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് എ പി ബൈ സി എന്നാണ്. ദാറ്റ് മീൻസ് മൈനസ് എ ബൈ സി ഇൻറ്റു പി. അതുപോലെ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ബൈ സി എന്നാണ്. ദാറ്റ് മീൻസ് മൈനസ് ബി ബൈ സി ഇൻറ്റു പി. ആ കിട്ടിയ പിയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ സി ഇൻറ്റു പി ഇക്വേഷൻ 3ൽ കൊടുക്കുക. അപ്പോൾ കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് എ പി ബൈ സി ആണ്. ഇറ്റ് ഈസ് മൈനസ് എ ബൈ സി ഇൻറ്റു പി. പി ഇതാണ് പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ സി രണ്ടും ക്യാൻസൽ ആയി പോകും. മേളിൽ മൈനസ് എ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 1 എന്ന വീണ്ടും പ്ലസ് ഓർ മൈനസ് തന്നെ കിട്ടും. എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
പ്ലസ് ഓർ മൈനസ് കിട്ടാൻ കാര്യം മൈനസ് ഇൻറ്റു പ്ലസ് വന്നാൽ മൈനസ് ആവും, മൈനസ് ഇൻറ്റു മൈനസ് വന്നാൽ പ്ലസ് ആവും. അപ്പോൾ രണ്ടും വരും. പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് കോസ് ഒമേഗയുടെ വാല്യൂ. അപ്പോൾ ഉണ്ടോ കോസ് ഒമേഗയുടെ വാല്യൂ എയുടെയും ബിയുടെയും ടേംസിൽ കിട്ടി. അവിടെ സി വന്നിട്ടില്ല, എ ബി സിയുടെ ടേംസിൽ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞെങ്കിലും എയും ബിയും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കോസ് ഒമേഗ കിട്ടി പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഇതുപോലെ നമുക്ക് സൈൻ ഒമേഗ കൂടി കാണാം. സൈൻ ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ബി പി ബൈ സി എന്ന, ദാറ്റ് ഈസ് മൈനസ് ബി ബൈ സി ഇൻറ്റു പി. പി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെയും സി ക്യാൻസൽ ആവുന്നു. പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ സൈൻ ഒമേഗ കിട്ടി പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി ഒന്ന് പറയാം. നമ്മൾ തുടങ്ങിയത് ഇക്വേഷൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസിക്കൽ ടു 0 അവിടെ നിന്ന് എ എക്സ് പ്ലസ് ബി വൈ ഇസിക്കൽ ടു മൈനസ് സി എന്ന് എഴുതി. ഇതാണ് ജനറൽ ഫോം. അത് തന്നിരിക്കുന്ന വാല്യൂസ് ആയതുകൊണ്ട് ഇക്വേഷൻ ആയതുകൊണ്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ അറിയാമായിരിക്കും. അതിനൊരു നോർമൽ ഫോം ഉണ്ടാവും. അത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഇസിക്കൽ ടു പി എന്ന് എഴുതി. ഒരേ ഇക്വേഷൻ്റെ തന്നെ ജനറൽ ഫോമും നോർമൽ ഫോമുമാണ്. ഒരേ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കോയിഫിഷ്യൻറ്റുകളുടെ റേഷ്യോ ഈക്വൽ ആണ്. ഐ ബൈ കോസ് ഒമേഗ ഈക്വൽ ടു ബി ബൈ സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് സി ബൈ പി. അവിടെ നിങ്ങൾ ആദ്യത്തെയും മൂന്നാമത്തെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കോസ് ഒമേഗ കണ്ടുപിടിച്ചു മൈനസ് എ പി ബൈ സി എന്ന്, അതേപോലെ സൈൻ ഒമേഗ കണ്ടുപിടിച്ചു മൈനസ് ബി പി ബൈ സി എന്ന്. പക്ഷേ ഇങ്ങനെ കിട്ടിയാൽ പോരാ, പിയുടെ വാല്യൂ കൂടി അറിയണം. ആ പിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറിങ് ആൻഡ് ആഡിങ് നടത്തി നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്താണ്? പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് പിയുടെ വാല്യൂ ആണ്. ഈ പിയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കോസൊമേഗയും സൈനൊമേഗയും കണ്ടുപിടിച്ചു. കോസൊമേഗ പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നും സൈനൊമേഗ പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇത്രയും കണ്ടുപിടിച്ചു. അപ്പോൾ കോസൊമേഗയുടെയും സൈനൊമേഗയുടെയും പിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ നേരത്തെ എടുത്ത നോർമൽ ഫോം ഉണ്ടല്ലോ, എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്ന നോർമൽ ഫോം നമ്മൾ ഇക്വേഷൻ 2 എടുത്തില്ലേ, ആ ഫോമിലേക്ക് നമ്മൾ ഇക്വേഷൻ 2 ഒന്നുകൂടെ കാണിക്കാം. ഇത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അതിലേക്ക് ഈ കോസ് ഒമേഗയുടെയും സൈൻ ഒമേഗയുടെയും പിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോളൂ, substituting cos omega is equal to plus or minus a by root of a square plus b square, sin omega is equal to plus or minus b by root of a square plus b square, and p is equal to plus or minus c by root of a square plus b square. ഏത് ഇക്വേഷനിലാണ്? ഇക്വേഷൻ 2 എന്താണ് ഇക്വേഷൻ? x into cos omega, that means x into plus or minus a by root of a square plus b square plus y into sin omega, that is y into plus or minus b by root of a square plus b square is equal to p. p means plus or minus c by root of a square plus b square. അപ്പോൾ ഇത്രേ ചെയ്തോളൂ. x into cos omega, ആ കോസ് ഒമേഗയുടെ വാല്യൂ ഇവിടെ കൊടുത്തു, പ്ലസ് y into sin omega, sin omegയുടെ വാല്യൂ കൊടുത്തു, is equal to p, ആ പിയുടെ വാല്യൂവും കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി നോക്കൂ, x into plus or minus it is plus or minus x by root of a square plus b square. ഇവിടെയും b into plus or minus y into plus or minus b ആകുമ്പോൾ plus or minus by by root of a square plus b square equal to plus or minus c by root of a square plus b square. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ x into ഈ plus or minus a by root of a square plus b square അതാണ് cos ഒമേഗ. അതുപോലെ ഈ പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതാണ് സൈൻ ഒമേഗ. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് ഒമേഗ പ്ലസ് വൈ ഇൻറ്റു സൈൻ ഒമേഗയ ഈസിക്കൽ ടു റൈറ്റ് സൈഡിൽ ഈ പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് പി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി നോക്കൂ, നമുക്ക് കിട്ടിയതാണ് ഒരു നോർമൽ ഫോം ഓഫ് ദി ഇക്വേഷൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഇ ഈസിക്കൽ ടു 0 എന്ന ഇക്വേഷൻ്റെ നോർമൽ ഫോം. Normal form of the equation x plus by plus e is equal to 0 is x cos omega plus y sin omega is equal to p എന്നാണെങ്കിൽ അവിടുത്തെ കോസ് ഒമേഗ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. സൈൻ ഒമേഗ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. പി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഈ കോസൊമേഗയും സൈനൊമേഗയും പി എടുത്ത് അതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നോർമൽ ഫോം നമുക്ക് ഇങ്ങനെ കിട്ടും, പ്ലസ് ഓർ മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബി വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നോർമൽ ഫോം. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ രീതി നോക്കാം. നമ്മൾ തുടങ്ങി നോർമൽ ഫോം ജനറൽ ഫോം നമുക്ക് എന്തായിരുന്നു? എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഇ ഈക്വൽ ടു 0 ആയിരുന്നു ജനറൽ ഫോം.
അതിൽ സി ഇനി എപ്പുറത്തേക്ക് മാറ്റിയാൽ എ എക്സ് പ്ലസ് ബി വൈ ഇസിക്കൽ ടു മൈനസ് സി എന്ന് വരും. ഇതാണ് ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി വൈ ഇസിക്കൽ ടു മൈനസ് സി. ഇനി നമ്മുടെ നോർമൽ ഫോം നോക്കിയേ, എ എക്സ് പ്ലസ് ബി വൈ ഇസിക്കൽ ടു മൈനസ് സി. നോർമൽ ഫോം എ എക്സ് പ്ലസ് ഓർ മൈനസ് എ എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താ സംഭവിച്ചത്? വേറൊന്നും സംഭവിച്ചില്ല. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തെന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വേറെ ഒരു കാര്യം സംഭവിച്ചില്ല. പ്ലസ് ഓർ മൈനസ് വന്നു, ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഫോം പ്രോബ്ലം ചെയ്യുമ്പോൾ നോർമൽ ഫോം എഴുതാൻ വളരെ എളുപ്പമാണ്. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ്? ആ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈസിക്കൽ ടു 0യിൽ സിയെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക, കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലസ് ഓർ മൈനസ് നമ്മൾ എഴുതിയെങ്കിലും നമുക്കറിയാം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസിക്കൽ ടു പി എന്ന് പറയുന്നതിലെ പി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ ആണെന്ന് അറിയാം. അപ്പോൾ ആ പി പോസിറ്റീവ് ആയിരിക്കണമെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയെങ്കിലും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വരുന്ന രീതിയിലേ എടുക്കൂ. എന്ന് പറഞ്ഞാൽ സി പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് സി തന്നെ എടുക്കും, സി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മൈനസ് സി എടുക്കും. കാരണം മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. എപ്പോഴും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആക്കിയിട്ടേ ചെയ്യാവൂ. പ്രോബ്ലം ചെയ്യാൻ ചേർത്ത് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് വന്നാൽ ആ ഇക്വേഷനെ മൊത്തത്തിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് പോസിറ്റീവ് ആക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. മാറ്റിയ ശേഷം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ എന്ന് പറയുന്ന എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന വൈയുടെ കോയിഫിഷ്യൻറ്റുമാണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മീൻസ് റൂട്ട് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക ഇക്വേഷനെ. കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ചെയ്യണം, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കണം. അപ്പോൾ കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. റൈറ്റ് സൈഡിൽ നെഗറ്റീവ് വന്നാൽ -1 കൊണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡ് പോസിറ്റീവ് ആക്കുക. അതിനുശേഷം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ ആ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന നമ്പർ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് കോസ് ഒമേഗ ആയിരിക്കും. വൈയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് സൈൻ ഒമേഗ ആയിരിക്കും. റൈറ്റ് സൈഡിൽ വരുന്നത് പി ആയിരിക്കും. ഇത്രയും മാത്രമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഈ തിയറി ഇതെങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിയറി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മൾ പ്രോബ്ലത്തിൽ ഒരു ജനറൽ ഫോം തന്നിട്ട് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഈ തിയറിയിൽ ചെയ്തതുപോലെ ഒന്നും നമ്മൾ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ചെയ്യുന്ന ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ആ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പർ കോസൊമേഗ ആയിരിക്കും. വൈയുടെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് സൈനൊമേഗ ആയിരിക്കും. കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് പി ആയിരിക്കും. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ റിമാർക്കിൽ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ചോയ്സ് ഓഫ് സൈൻ ഷുഡ് ബി മേഡ് സോ ദാറ്റ് പി ഈസ് പോസിറ്റീവ്. പി പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഈ തിയറി അല്പം ടഫായിരുന്നെങ്കിലും ഇതിൻ്റെ പ്രോബ്ലം വളരെ വളരെ സിമ്പിളാണ്. മറ്റേത് ഫോമിലേക്ക് മാറ്റുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. തിയറി പഠിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ട് പ്രോബ്ലത്തിലില്ല. നോക്കാം. reduce the equation x minus root 3y plus 8 is equal to 0 to normal form. Normal ഫോമിലേക്ക് മാറ്റണം. Hence find perpendicular distance of the line from the origin. ആ ലൈന് ഒറിജിനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് പി കണ്ടുപിടിക്കണം. ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ പെർപെൻഡിക്കുലർ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ ദാറ്റ് ഈസ് ഒമേഗയും കണ്ടുപിടിക്കണം. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക്. എക്സ് മൈനസ് റൂട്ട് 3y പ്ലസ് 8 is equal to 0. പറഞ്ഞല്ലോ കോൺസ്റ്റന്റ് ടൈം 8നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ എക്സ് മൈനസ് റൂട്ട് 3y is equal to -8 എന്ന് കിട്ടി. നോ ഇക്വേഷന് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ എന്ന് പറയുന്ന എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അത് 1 ആണ്. വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ് ബി, അത് -√3 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മീൻസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -√3 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ദ ഇക്വേഷൻ ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -√3 സ്ക്വയർ. 1 സ്ക്വയർ മീൻസ് 1, -√3യുടെ സ്ക്വയർ 3. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 3 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4 ഈക്വൽ ടു 2. ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? x/2 minus √3y/2 is equal to -8/2. That is x/2 minus √3y/2 is equal to -4. നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിൽ നെഗറ്റീവ് വന്നാൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കണമെന്ന്. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -x/2 എന്നാവും, ഇവിടെ +√3y/2 എന്നാവും,
ഇവിടെ +4 എന്നാവും. മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ ബൈ -1 -x/2 + √3y/2 = 4. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റിലേക്ക് മാറ്റി √(a² + b²) ദാറ്റ് ഈസ് √(1² + -√3² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ മൈനസ് റൈറ്റ് സൈഡിൽ വന്നതുകൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി -x/2 + √3y/2 = 4. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പർ ആയിരിക്കും p. അപ്പോൾ p എന്ന് പറയുന്ന 4 ആയിരിക്കും. ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പർ ആയിരിക്കും cos ഒമേഗ. ഈ -x/2 എന്ന് പറഞ്ഞാൽ x × -1/2 എന്നാണ്. അപ്പോൾ ഈ -1/2 ആണ് cos ഒമേഗ. അതുപോലെ y × √3/2 എന്നാണ്. ആ വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ് √3/2 ആണ് സൈൻ ഒമേഗ. അപ്പോൾ x × cos ഒമേഗ എന്ന് പറയുന്നത് -1/2. x cos ഒമേഗയിൽ cos ഒമേഗ -1/2 ആണ്. y സൈൻ ഒമേഗയിൽ സൈൻ ഒമേഗ √3/2 ആണ്. റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടൈം ആണ് p. Comparing with x cos omega plus y sin omega is equal to p, we have cos omega is equal to -1/2, sin omega is equal to √3/2 and p equal to 4. p 4 ആണ്. p എന്ന് പറയുന്നത് ഒറിജിനൽ ലൈനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ cos ഒമേഗയും sin ഒമേഗയും കിട്ടിയാൽ അവിടുന്ന് ഒമേഗയും കൂടി കണ്ടുപിടിക്കണം. ഒമേഗയും കൂടി കണ്ടുപിടിച്ചാൽ ശരിയാവും അല്ലേ? ഒമേഗ കാണാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ cos ഒമേഗ നെഗറ്റീവും സൈൻ ഒമേഗ പോസിറ്റീവ്. കോസ് നെഗറ്റീവും സൈൻ പോസിറ്റീവും വന്നാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റാണ്. നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, അതായത് cos ഒമേഗയും സൈൻ ഒമേഗയും രണ്ടും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, അത് മീൻസ് cos ഒമേഗ 1/2ഉം സൈൻ ഒമേഗ √3/2 ആയിരുന്നെങ്കിലുള്ള ഒമേഗ എത്രയാണ്? cos ഒമേഗ 1/2ഉം സൈൻ ഒമേഗ √3/2 വരുന്നത് 60 ഡിഗ്രി അല്ലെങ്കിൽ π/3 റേഡിയൻ ആണ്. അപ്പോൾ ഒമേഗ π/3 ആണ്. രണ്ടും പോസിറ്റീവ് ആയിരുന്നെങ്കിലുള്ള ഒമേഗയാണ് π/3. പക്ഷെ അങ്ങനല്ല, സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവാണ്. സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആംഗിൾ π-θ എന്ന ഫോമിലേ വരത്തുള്ളൂ. കാരണം cos π - θ മൈനസ് cos θയും sin π - θ sin θയും. അപ്പോൾ π - θ വന്നാൽ സൈൻ ചിഹ്നം മാറത്തില്ല, പോസിറ്റീവ് തന്നെ ആയിരിക്കും. കാരണം sin π - θ sin θ. പക്ഷേ cos π - θ മൈനസ് cos θ, കോസിൻ്റെ ചിഹ്നം മാറും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ π - θ ഫോം വരും. അപ്പോൾ π - π/3 ആയിരിക്കും. ഒമേഗയുടെ വാല്യൂ π - π/3. രണ്ടും പോസിറ്റീവ് ആയിരുന്നെങ്കിലാണ് ഒമേഗ π/3. അങ്ങനെയല്ല, കോസ് നെഗറ്റീവ് സൈൻ പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ π - π/3 എന്ന ഫോമിൽ വരും. അപ്പോൾ ഒമേഗ കിട്ടി π - π/3, ദാറ്റ് ഈസ് 2π/3. അപ്പോൾ നമുക്ക് P4 കിട്ടി, ഒമേഗ 2π/3 കിട്ടി. അപ്പോൾ ഈ -1/2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ -1/2 എന്ന് പറയുന്നത് cos ഒമേഗ ആയിരിക്കും എന്ന് പറഞ്ഞു. ആ ഒമേഗയുടെ വാല്യൂ കിട്ടി 2π/3 എന്ന്. അപ്പോൾ cos 2π/3 എന്ന് നോക്കി -1/2നെ എഴുതാം. cos ഒമേഗയാണത്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് cos ഒമേഗ. ഒമേഗ 2π/3 ആണ്. അപ്പോൾ x × cos 2π/3 എന്ന് എഴുതാം. അതേപോലെ √3/2 ആണ് സൈൻ ഒമേഗ. ഒമേഗ 2π/3. അപ്പോൾ √3/2 സൈൻ ഒമേഗ, ദാറ്റ് മീൻസ് സൈൻ 2π/3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ x × cos 2π/3 പ്ലസ് y × sin 2π/3 = 4 എന്നാവും. ഇങ്ങനെ നോർമൽ ഫോം അങ്ങനെ മാറി. x × cos 2π/3 പ്ലസ് y × sin 2π/3 = 4. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ = p. ഒമേഗ 2π/3. P4 means perpendicular distance from the origin to the line. Perpendicular distance of line from the origin ആണ്, അത് p ആണ്, അത് 4 ആണ്. അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ പെർപെൻഡിക്കുലർ വിത്ത് എക്സ് ആക്സിസ്, അതാണ് ഒമേഗ, അത് 2π/3 ആണ്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാം, വളരെ എളുപ്പമാണ് പ്രോബ്ലം ചെയ്യാൻ, വേറെ ഒന്നുമില്ല. കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റിലേക്ക് മാറ്റുന്നു. ദെൻ √(a² + b², √(1² + -√3² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ നെഗറ്റീവ് വന്നതുകൊണ്ട് -1 കൊണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത്, റൈറ്റ് സൈഡ് നെഗറ്റീവ് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേണ്ട, മൾട്ടിപ്ലൈ ചെയ്തതിനെ പോസിറ്റീവ് ആക്കി. ഇപ്പോൾ x × -1/2, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് cos ഒമേഗയാണ്, അത് -1/2 ആണ്. വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ് sin ഒമേഗ, അത് √3/2 ആണ്. റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടൈമാണ് p, അത് 4 ആണ്. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ = p എന്നായി. ആ cos ഒമേഗ -1/2ഉം sin ഒമേഗ √3/2 ആണ്. അവിടെ നമ്മൾ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 2π/3 ഇത് കിട്ടിക്കഴിയുമ്പോൾ ഈ -1/2ന് പകരം cos ഒമേഗ എന്ന് കൊടുക്കണം, cos 2π/3 എന്ന് കൊടുക്കണം. √3/2 sin ഒമേഗ, ദാറ്റ് മീൻസ് sin 2π/3 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് x cos 2π/3 പ്ലസ് y sin 2π/3 = 4 എന്ന് കിട്ടി. അതിൽ ഈ വാല്യൂ ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആയ 4 ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ p. ഈ 2π/3 അതാണ് ഒമേഗയുടെ വാല്യൂ. അങ്ങനെ നമുക്ക് അതിൻ്റെ നോർമൽ ഫോം കിട്ടി, പിയും കിട്ടി, ഒമേഗയും കിട്ടി. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യുക. റെഡ്യൂസ് ദി ഇക്വേഷൻ x - y + 3√2 = 0 to നോർമൽ ഫോം. ഹെൻസ് ഫൈൻഡ്
perpendicular distance of line from the origin and angle made by the perpendicular with x axis. ആൻസർ അതുകൊണ്ട് P3 എന്നും ഒമേഗ 3π/4 എന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ x ഇൻറ്റു കോസ് 3π/4 പ്ലസ് y ഇൻറ്റു സൈൻ 3π/4 ഇസിക്കൽ ടു പി എന്നായിരിക്കും നോർമൽ ഫോം നമുക്ക് കിട്ടുന്നത്. അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഫോമിൻ്റെ പ്രോബ്ലം വളരെ ഈസിയാണ്. ആ പിന്നെ ഒറിജിനൽ ലൈനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമുക്ക് ഈ നോർമൽ ഫോം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പ്രോബ്ലം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. തിയറി പോലെ ബുദ്ധിമുട്ടില്ല. തിയറി നമുക്ക് ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല. പക്ഷേ ഇത് ഇങ്ങനെയാണ്, അതായത് കോൺസ്റ്റൻ്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റി ദെൻ √(a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നോർമൽ ഫോം കിട്ടുന്നത് എന്ന് നമുക്ക് ആ തിയറി ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അല്ല വെറുതെ അതൊരു കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവില്ല. എന്ത് തന്നെ അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ തിയറിയും കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ തിയറി മനസ്സിലാക്കി പഠിക്കുക. പരീക്ഷയ്ക്ക് തിയറി ചോദിക്കില്ല, പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിയറി കൂടി പഠിക്കാൻ പറഞ്ഞത്. പരീക്ഷയ്ക്ക് പ്രോബ്ലമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഡിഫറൻറ്റ് ഫോംസ് പഠിച്ചു. നമ്മൾ പ്രധാനമായി പഠിച്ച ഫോമുകൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് പോയിൻ്റ് സ്ലോപ്പ് ഫോമാണ്. രണ്ടാമത് പഠിച്ചത് 2 പോയിൻ്റ് ഫോമാണ്. പിന്നെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചു. പിന്നെ നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചു. പിന്നെ നോർമൽ ഫോം. ഇങ്ങനെ 5 ഫോംസ് ആണ് പഠിച്ചത്. ഈ 5 ഫോമിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കണം. പിന്നീട് നമ്മൾ ജനറൽ ഫോം പഠിച്ചു. എന്നിട്ട് ആ ജനറൽ ഫോമിനെ 3 ഫോമുകളിലേക്ക് മാറ്റാൻ, ഏതൊക്കെ ഫോമില? ജനറൽ ഫോമിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ. അങ്ങനെ മാറ്റിയാൽ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റ് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സ്ലോപ്പ് x ഇൻ്റർസെപ്റ്റ് എഴുതാൻ പറ്റും. അങ്ങനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പഠിച്ചു. പിന്നെ ഒരു ജനറൽ ഫോമിനെ നോർമൽ ഫോമിലേക്ക്, അപ്പോൾ ജനറൽ ഫോമിനെ 3 ഡിഫറൻറ്റ് ഫോമുകളിലേക്ക് മാറ്റുന്നതിന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, നോർമൽ ഫോം, ഈ 3 ഫോമുകളിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം കണ്ട് ഇതിൻ്റെ തിയറി പാർട്ട് ഫോമുലകളൊക്കെ നന്നായി പഠിച്ചു വെച്ചിട്ട് വേണം അടുത്ത പ്രോബ്ലംസിൻ്റെ ക്ലാസ് കാണേണ്ടത്. ഓക്കെ.